എന്ന് രാത്രി കിടക്കും മുമ്പ് വിചാരിക്കും നാളെ നേരത്തെ എഴുന്നേക്കണം. അതിനു വേണ്ടി അലാവൊക്കെ സെറ്റ് ചെയ്യും. രസം എന്താന്ന് വെച്ചാൽ അത് കേൾക്കുകയും ചെയ്യും. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കിടക്കും. പിന്നെ എഴുന്നേക്കുമ്പോ പോവാനാവും. അപ്പൊ പിന്നെ എല്ലാം ഷടപടാതാവും. ഇതാണ് എന്റെ സ്വന്തം ബാഗ്. ഓഫീസിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് ഞാൻ പോവില്ല. അത് വേറെ ഒന്നല്ല, ഇതുണ്ടെങ്കിൽ എന്റെ ചാർജറും എന്റെ ഫോണൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നോട്ടോ ജോലിക്ക് കയറിയിട്ടുണ്ടോ അന്നോട്ട് ഈ ബാഗ് എന്റെ കൂടെ ഉണ്ട്. പിന്നെ എന്നത്തെ പോലെ റൂമൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഷൂസൊക്കെ ഇട്ട് ഇനി അടുത്ത പണി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് 5 വെജിറ്റബിൾ കട്ട് ചെയ്തതും ഉണ്ടാവും, 2 മുട്ട പുഴുങ്ങിയത്. അത് കഴിച്ചിട്ട് ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങാം. ഇതാണ് എനിക്ക് പോകാനുള്ള വണ്ടി. ഇതില് വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ. ഇതില് ഞാനും ഉണ്ടാവും, റീക്കോയും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പോകും. ഞങ്ങളുടെ ടൈമിങ് ഈ ടൈമിങ്. ഓഫീസിലെത്തി പഞ്ച് ചെയ്തു. ഇതാണ് എന്റെ സീറ്റ്. ഇത് എന്റെ ചെടിയാണ് കേട്ടോ. ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പിന്നെ ഞാൻ നോക്കി 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 വളർത്തി ഇത്രയും വലുതാക്കി. പിന്നെ ചെന്നപ്പോ തന്നെ വെള്ളം കുടിക്കാൻ തയ്ച്ചു. അങ്ങനെ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം എൻ്റെ ചെടിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം. അങ്ങനെ വർക്കൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു റൗണ്ട് കൂടി ഫുഡ് അടിച്ചു. പിന്നെ വേഗം സമയം പോയിട്ടാ. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സ്ഥിരം പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്നാണെങ്കിൽ ആ നല്ല കാറ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരം വീണു. കുറേ നേരം പണിയെടുത്തിട്ട് ഇവിടെ കുറച്ചു നേരം വന്നിരിക്കും പ്രത്യേക ഒരു ആശ്വാസമാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടല്ല, പക്ഷെ ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഇവിടെ കണ്ട നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വാഴൊക്കെ കണ്ട. ഇതെന്തുട്ടാന്ന് മനസ്സിലായി, ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ പാലമരം ഇല്ലേ, അതാണ് ഇത്. അങ്ങനെ പിന്നെ 4 മണിയായി. അങ്ങനെ പിന്നെ ഒരു ചായ കുടിച്ച് കഴിഞ്ഞതും ഡ്യൂട്ടിയും കഴിയാറായി. അങ്ങനെ പിന്നെ പഞ്ചൗട്ട് ചെയ്ത് ഇറങ്ങി. അപ്പോഴത്തേന് നമ്മുടെ ബസ് വന്നു. അതിലങ്ങോട്ട് കയറി. വേഗം ബസ്സിൽ കയറി ചെല്ലുമ്പോ റീക്കോ അവിടെ ഇരിക്കുന്നു. അങ്ങനെ പോന്ന് റൂമിലെത്തി. അപ്പൊ പിന്നെ കാണാട്ടാ, ബൈ.